The sound flows from Calvary. It came to me. I knew.
ബാലൻസ് മനോഹരമായ ഗാനത്തിന്റെ രചയിതാവ് സഭയുടെ സിസ്റ്റർ മേഴ്സി പീറ്റർ അവர்களാണ്. ദൈവം അനുസരിച്ച് മനോഹരമായ ദൈവം എഴുതിയിരിക്കുന്നു. ദൈവം ധാരാളം
കൊടുക്കുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത 3 ദിവസത്തെ പ്രത്യേകമായ യോഗങ്ങളിലേക്ക്, അതിൻ്റെ പ്രാരംഭ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ദൈവം ഇതുവരെയും നമ്മെ സഹായിച്ചു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം കൊയറിന് ഇട നൽകി. വളരെ ഹൃദയത്തിന് ആശ്വാസവും ആത്മീക ചൈതന്യവും വരുത്തുന്ന ഗാനങ്ങൾ ശ്രുതിമധുരമായി പ്രിയപ്പെട്ടവർ ആലപിച്ചു. ഇനി ദൈവവചന സന്ദേശ സന്ദർഭത്തിലേക്ക് നാം കടക്കുകയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ യോഗം ക്രമീകരിച്ചത്. കർത്താവിൻ്റെ വിളിയർദാസൻ PS തമ്പാൻ അവരുടെ അന്ന് തന്നെ ആ വിവരം അറിയിച്ചു. താൻ സന്തോഷമായി ആ ശുശ്രൂഷയ്ക്ക് കടന്നു വരാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് കുന്നുകുഴി സഭയിലെ റോഡിന് അതിൻ്റെ PWD പണിക്കായിട്ട് അത് അടയ്ക്കുകയും കഷ്ടിച്ച സഭയിലെ റെഗുലർ മീറ്റിംഗ് മാത്രം അവിടെ നടത്തത്തക്കവണ്ണം ഉള്ളൊരു സാഹചര്യം ഇപ്പോഴുള്ളൂ. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്തുവാനും പാർക്കിങ്ങോ ആ ഭാഗത്തില്ലാത്തത് കൊണ്ടാണ് തക്ക സമയത്ത് ഈ ടവർ ശാലോം ഹോളിലേക്ക് ഈ ശുശ്രൂഷ മാറ്റേണ്ടി വന്ന്. ആ വിധത്തിൽ ഈ ഹോൾ ആ ക്രമീകരണത്തിന് വേണ്ടി നൽകിത്തന്ന ടവർ ശാലോം അസോസിയേഷനെയും ഭാരവാഹികളെയും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സാധാരണ നന്ദി ഒടുവിലത്തെ ദിവസമാണ് പറയുന്നതെങ്കിലും ഇവിടെ കൂടി വരാനുള്ള സാഹചര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുമ്പായി 2 സഹോദരന്മാർ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ PS തമ്പാൻ അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പരിചയപ്പെടുത്തുന്നത് ഒരഭംഗിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവർക്ക് സുപരിചിതനായ ദൈവദാസൻ തൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ടും തൻ്റെ ലേഖനങ്ങൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും അനേകായിരം പേരെ ആത്മീക ചൈതന്യത്തിലേക്കും രക്ഷയിലേക്കും നയിച്ച കർത്താവിൻ്റെ വിലയേറിയ ദാസൻ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്നു ഏകദേശം 40 വർഷങ്ങളോളമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒന്നിച്ച് പ്രിയ തമ്പാച്ചൻ സൗരൻ ആദ്യകാലങ്ങളിൽ ഇവിടെ യോഗങ്ങൾക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ പരിചയബന്ധം പുലർത്തുവാൻ ഇടയായി. അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ആ വിധത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനിടയായി. കുന്നുകുഴി സഭയിലെ തന്നെ പല യോഗങ്ങൾക്കും താൻ കടന്നു വന്നിട്ടുണ്ട്. സഭ ശുശ്രൂഷിച്ച സഭയുടെ ചുമതലയിലുള്ള പുറത്തുള്ള ശുശ്രൂഷകളിലും താൻ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുന്നുകുഴി സഭയിലെ സഹോദരന്മാരുടെ ശ്രമഫലമായി നടന്ന ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷ പ്രഭാഷണത്തിലും താൻ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പ്രാരംഭ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള സമയമാണ്. 2 കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് പ്രാരംഭ ദിവസമായതുകൊണ്ട് 2 കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സമയത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് 8:15 പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കവണ്ണമാണ് നാം നോട്ടീസിൽ അത് അറിയിച്ചിരിക്കുന്നത്. ആദ്യമായി മണ്ണന്തല്ലിൽ നിന്ന് കടന്നു വന്ന പ്രിൻസ് ജോൺ, ഇവാഞ്ചലിസ്റ്റ് പ്രിൻസ് ജോൺ അവர்களுം അതിനുശേഷം കുന്നുകുഴി സഭയിലെ എൽഡേഴ്സിൽ ഒരാളായ ബ്രദർ മാമൻ കുര്യൻ അവர்களுം പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കുന്നുകുഴി സഭ വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ പഠനത്തിൻ്റെ പ്രാരംഭ രാത്രിയിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീത ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരങ്ങൾക്ക് കർത്താവ് കൃപ നൽകി. കർത്താവിനെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സ്നേഹത്തെയും അവിടുത്തെ കരുതലിനെയും അവിടുത്തെ കൃപയും വർണ്ണിക്കുവാൻ ഇന്ന് രാത്രിയിലും കർത്താവ് ഞങ്ങളെ സഹായിച്ച അവിടുത്തെ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ദൈവജനത്തെ കർത്താവ് കൂട്ടി വരുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നത് കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കത്തോടുകൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ ദാസനെ വചനവുമായി ഞങ്ങളുടെ മധ്യ അയച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തന്നോട് സംസാരിച്ചതായ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് സമൃദ്ധിയായി കേൾക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ആത്മാവിൻ്റെ വലിയ ആ വ്യാപാര ശക്തി ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ. കേൾക്കുന്ന വചനം കർത്താവെ കേവലം ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് പരിവർത്തനമുണ്ടാക്കുവാൻ, രൂപാന്തരം വരുത്തുവാൻ, കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് അത് സഹായകരമാക്കി അവിടുന്ന് തീർക്കണം.
അവിടുത്തെ ആത്മാവ് ആ നിലയിൽ ഞങ്ങളോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന് ഏറിയ വചനവും അവിടുത്തെ ശക്തിയും കൃപയും നൽകി അവിടുന്ന് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദാന്തിക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായ ഞങ്ങൾ കർത്താവെ ഈ നിലയിൽ ഈ ഹോളിൽ കൂടുവാൻ തക്കവണ്ണം കർത്താവ് തന്ന അനുകൂലമായ സാഹചര്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം കർത്താവെ ഞങ്ങൾ പല നിലകളിൽ ഓരോ ആവശ്യങ്ങളിൽ ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപായി ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പല സ്ഥലത്തു നിന്നും കർത്താവെ ഞങ്ങളെ ഇന്ന് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുന്നൂരി സഭയിലുള്ള കർത്താവെ വിശ്വാസികളും ഇവിടെയുള്ള ദൈവമക്കളും അനേക ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ കർത്താവെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം. കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അങ്ങയുടെ ദാസൻ തക്ക നേരത്ത് കടന്നു വരുവാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സ്തംഭനെ കർത്താവെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരുന്നു. കർത്താവെ ഇവിടെയുള്ള കൂടിയിരിക്കുന്ന ദൈവജനത്തിന് ആവശ്യമായ വചനം കർത്താവെ ഇന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ വചനം കേൾക്കുന്നവരായിട്ട് മാത്രം കടന്നു പോകാതെ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമുള്ളവരായിട്ട് തീരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി കർത്താവെ ഞങ്ങളുടെ ദാസൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ അങ്ങ് ക്രിയ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവേറ്റടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ കൂടുതൽ ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ഞങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള കാര്യം ഞങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ ഒരു നല്ല തീരുമാനത്തോടെ ഇവിടുന്ന് തിരിച്ചു പോകുവാൻ ഇടവരുത്തണം പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അന്ത്യം വരെയും കർത്താവെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു വട്ടം കൂടെ കുന്നൂഴി ബ്രദറൻ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക യോഗങ്ങളിൽ പങ്കുകൊണ്ട് ദൈവവചനം അറിയിക്കുവാൻ അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനെന്നെ ക്ഷണിച്ച സഭയോടും ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ സണ്ണി സഹോദരൻ ഇവിടെ ആമുഖമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗതകാല അനുസ്മരണങ്ങൾ, ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരുപാട് വന്നു. സണ്ണി സഹോദരൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അത് അബ്രഹാം തൻ്റെ മകനെ കൊണ്ട് മോറിയാമലയ്ക്ക് പോയതുപോലെ എൻ്റെ മകളെയും കൊണ്ട് ഞാൻ ചില ദിവസങ്ങൾ അവിടെ ചികിത്സയ്ക്കായിട്ട് വന്നതായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ മോൾക്ക് ആ അസുഖം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു മറുപടിയാണ് ലഭിച്ചത്. അങ്ങനെ ആ വീട്ടിൽ എനിക്ക് ആതിഥ്യം അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ക്രിസ്തീയ ആയോധനത്തിൽ വളരെയേറെ പ്രോത്സാഹനം നൽകിയ ഒരു ഭവനമാണ് ആ ഭവനം. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇതൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഇത് പറയാൻ നിന്നാൽ വചന ശുശ്രൂഷ നടക്കുകയില്ല. എൻ്റെ പ്രിയങ്കരനായ ഗുരുനാഥനായിരുന്നു KV ജോൺ സാർ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് ഇവിടെ ഉള്ളത്, കൊച്ചുമക്കളുമൊക്കെയാണ്. ഈ ബിൽഡിങ്ങിലും ഞാൻ ഏറെ താമസിക്കേണ്ടി വന്നു. അത് എൻ്റെ മകളോടും മകളുടെ കുഞ്ഞിനോടും ബന്ധപ്പെട്ടാണ്. ആ സമയത്ത് എനിക്ക് വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് സഹോദരൻ
തോമസ് ജോണ്, സണ്ണി തോമസ് സഹോദരന്, ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് സഹോദരന്, ഇവരൊക്കെ വളരെ ഹൃദയപൂർവ്വം ഞങ്ങളെ കരുതിയ പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെ ഒട്ടേറെ സ്മരണകൾ. ഇന്ന് ബഹുമാനപ്പെട്ട എൻ്റെ പൂർവാധ്യാപകൻ KV ജോൺ സാറിൻ്റെ, ഞാൻ ജോണിച്ചാൻ എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വച്ച് അവരുടെയൊക്കെ സ്നേഹവും ആതിഥ്യവും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരനുഭവം എനിക്കുണ്ട്. എല്ലാവരോടും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 57 വർഷങ്ങൾ കഴിഞ്ഞു. സുവിശേഷകനായിട്ട് 52 കൊല്ലത്തോളമായി. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ലോകത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ജോലി 100% വിശ്വസ്തയോടെയാണ് എന്ന് ഞാൻ പറയുകയില്ല. ആവുന്നത്ര വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ജീവിതത്തിൻ്റെയും പ്രവൃത്തിയുടെയും കണക്കെടുപ്പ് സ്വർഗത്തിലെ കർത്താവാണ് നിർവഹിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ കർത്താവ് വെളിപ്പെടുത്തും. അതുവരെ നമ്മൾക്ക് അക്കാര്യത്തിൽ മൗനത്തോടെ മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം എന്നല്ല, ഇന്നെന്തായാലും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം തീരുകയില്ല. ആവുന്നത്ര സംക്ഷേപിച്ച് നമ്മൾക്ക് വിചിന്തനം ചെയ്യാമെന്ന് വിചാരിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് നമ്മുടെ വിചിന്തനത്തിന് ആധാരമായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരിക്കും. എഫേഷ്യൻസ് ചാപ്റ്റർ 5 and verse 9. 5-ാം അധ്യായം 9-ാം. വാ, സ്തോത്രം. പണ്ടൊക്കെ ഈ വേദപുസ്തകത്തിലെ റെഫറൻസ് പറയുന്ന താമസമേ ഉള്ളൂ. അപ്പോഴേ പടക്കം പൊട്ടിക്കുന്ന പോലെ വായിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദാസൻ കരുവ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരത്തോടെ നൽകിയിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ട് ഈ നാടുകളിൽ. പ്രത്യേകിച്ചും ഈ ഭാരം എന്നെ ഭരിക്കാൻ കാരണം നമ്മുടെ ആത്മീക സമൂഹത്തെക്കുറിച്ചുള്ള ഭാരം കൂടെയാണ്. വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ദൈവം ഉണർത്തുമ്പോൾ അപ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിഷയം ഓർത്ത്.
അപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ചില സന്ദേശങ്ങളാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോടെ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നീ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇത് ഞങ്ങളത്ര കേട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. നമ്മൾക്കറിയാവുന്നതോ കേട്ടിരിക്കുന്നതോ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ദൈവാത്മാവ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു എന്നുള്ള ബോധ്യത്തോടെ ഈ ദൈവ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുവാൻ ആവശ്യമാണ്. അത് ഏത് യോഗത്തിലും ആര് പ്രസംഗിച്ചാലും ആ മനോഭാവം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇവിടെ ധന്യനായ പൗലോസപ്പോസ്തലൻ എഫേസോസിലെ വിശ്വാസികളോട് പറയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നടക്കണം. വെളിച്ചത്തിലുള്ളവരായി നടക്കണം. പുറകിലിരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും എല്ലാം ശ്രദ്ധിക്കണേ. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആത്യന്തികമായി ഉദ്ദേശിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് തിരിച്ചറിയുക. ഞാൻ വളരെ വിനയത്തോടെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായത് എന്താണെന്നറിഞ്ഞാണോ ഈ കഴിഞ്ഞ 68 എനിക്ക് 68ആയി 68, 70, 80 വയസ്സ് വരെ നമ്മൾ ജീവിച്ചത്? ഒരു വട്ടമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിനക്ക് എൻ്റെ ജീവിതത്തിൽ പ്രസാദമായത് എന്താണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ? ഇവിടെ ജോലി ചെയ്യുന്നവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ ഐച്ഛികമായി എടുത്ത് പഠിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം, പഠിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം, നിങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുത്ത ജോലി, അത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പ്രസാദമുള്ള ഒരു കാര്യമായിരുന്നു? ഇന്ന് എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവകൃപയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ അങ്ങേയ്ക്ക് പ്രസാദമുള്ള കാര്യം, എൻ്റെ ജീവിതത്തിൽ അങ്ങേയ്ക്ക് പ്രസാദകരമായത് എന്താണെന്ന് അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കണം, അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ ഇടയ്ക്ക് അല്പം വെള്ളം കുടിക്കും, നിങ്ങൾ ക്ഷമിക്കണം. ഇത് ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താ? ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നതെന്ന്, എൻ്റെ ടോപ്പിക് അതാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നതാണെന്ന് തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളത് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും അന്വേഷണവും അതനുസരിച്ചുള്ള ജീവിത ക്രമീകരണവുമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വയ്ക്കും.
ശ്രദ്ധിക്കണേ. ഈ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേക വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളതാണ്. ദൈവസഭ എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ വിഷയം. 6 അധ്യായങ്ങളിലും ദൈവസഭ എന്നുള്ളതാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ആ വിഷയത്തോട് ചേർന്ന് ഈ ലേഖനത്തിൽ പൗലോസപ്പൻ അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവ ഇഷ്ടം. 1-ാം അധ്യായത്തിൽ തന്നെ നിങ്ങൾ നോക്കുക, വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ച് മാർക്ക് ചെയ്താൽ മതി എത്ര പ്രാവശ്യം ദൈവേഷ്ടം എന്നുള്ള വാക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. തുടർന്ന് വരുന്ന അധ്യായങ്ങളിലും അത് കാണാൻ കഴിയും. അപ്പോൾ ദൈവ ഇഷ്ടവും ദൈവപ്രസാദം, ഞാൻ ഈ 2 വാക്കുകളാണ് പറയാൻ ആഗ്രഹിച്ചത്. ഈ 2 പദങ്ങൾ വളരെ ചേർന്നതാണ്. 2 ആശയങ്ങൾ തമ്മിൽ വളരെ ചേർന്നിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മേലാണ് ദൈവം പ്രസാദിക്കുന്നത്. അവിടെയാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവിന് പ്രസാദമുള്ളത് എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ആണ്. ദൈവ ഇഷ്ടം നിവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മേൽ ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കുന്നത്. ഈ ലേഖനം നമ്മൾ പരിശോധിച്ചാൽ 2 ഭാഗങ്ങളായിട്ട് ഈ ലേഖനത്തെ തിരിക്കാൻ പറ്റും. ഞാൻ അല്പം വേഗത്തിൽ, ഇത്രയും നേരം പറഞ്ഞ സാവകാശത്തിലല്ല, അല്പം വേഗത്തിൽ ഇനി ഞാൻ പറയും. ഈ ലേഖനത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശങ്ങളാണ്. അടുത്ത 3 അധ്യായങ്ങൾ ജീവിതമാണ്, ഉപദേശവും ജീവിതവുമാണ്. അത് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഈ ലേഖനത്തെ 2ആയിട്ട് വിഭജിക്കുന്ന ഒരു ക്ലൂ ഉണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എന്താ അത്? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്താ? അടുത്തതെന്താ? നിങ്ങളെ, എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞു എന്ന് ഒരു കുഴപ്പമില്ല. ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പീൻ. കണ്ടോ, 2 വാക്കുകളുണ്ട്. 1 വിളി, 2 നടപ്പ്. ഈ ലേഖനത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ നമ്മുടെ വിളിയെക്കുറിച്ചാണ് പറയുന്നത്. പച്ചയായ ഉപദേശങ്ങളാണ്. പിന്നെ 4 മുതലുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നടപ്പിനെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഇനി 5-ന്റെ 9 വായിച്ച് എന്താ? ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ്, അഥവാ പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള നടപ്പ് അത് എന്താണ്, എങ്ങനെയാണ്? ഞാൻ ഈ 4 മുതലുള്ള അധ്യായങ്ങളിലെ കാര്യങ്ങളൊന്ന് പറയാം. നടപ്പ്, ദൈവത്തിന് പ്രസാദമുള്ള നടപ്പ്. 1, 4-ാം അധ്യായത്തിൽ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസി വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇത് ചിന്തിക്കാൻ അത്ര സമയം വേണം. വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക, അത് പല ആളുകളും പൂർണ്ണമായി ഈ വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പീനെന്നുള്ള ആ വചനം എടുത്തിട്ട്, ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ചും വിശ്വാസികളോട് സംസാരിക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള ദൈവമക്കളോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഞാൻ ബോധ്യം വെച്ചാണ് സംസാരിക്കുന്നത്. പലരും ഈ വാക്യം എടുത്തിട്ട് വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ വിനയത്തോടെ നടക്കുക, സൗമ്യതയോടെ നടക്കുക, ദീർഘക്ഷമയോടെ നടക്കുക, സ്നേഹത്തിൽ അന്യോന്യം
പൊറുക്കുക, ഇതൊക്കെയാണ് ഇവിടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ശരിയാണ്, അതവിടെ ഉണ്ട്. എന്നാൽ എന്താ വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീനെന്ന് ഈ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 6-ാം വാക്യം കൊണ്ട് അവസാനിക്കുന്നില്ല. വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളത് തുടർന്നുള്ള വചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുക. എന്താ പറയുന്നത് നോക്കുക, എന്താ പറയുന്നത്? 8-ാം വാക്യം, കർത്താവ് ഉയരത്തിൽ കയറിയിട്ട് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ കൊടുത്ത ദാനങ്ങളേതാ? വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാവൂ. ആ കൊടുത്ത ദാനങ്ങളേതാ? 11-ാം വാക്യത്തിൽ ആ ദാനങ്ങൾ എന്താ? ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും പിന്നെ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു എന്നുള്ളതാണ്. 1-ാം വാക്യത്തിൽ വിളി എന്ന് പറയുന്നു, 11-ാം വാക്യത്തിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായ വിളി എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ദൈവം വിളിച്ചിരിക്കുന്നവർ ഏതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ദൈവത്തിന് പ്രസാദകരമാവണ്ണം നടക്കണമെന്നാണ്. എന്നെ ആരായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഞാൻ ഈ അപ്പോസ്തലന്മാരും ഒരേ പഠനമാണല്ലോ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളത് സ്വല്പം നേരത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള 3 കൂട്ടർ ഇപ്പോൾ സഭയിലുണ്ട് അല്ലേ? ഇപ്പോഴും സഭയിലുണ്ട്. ആരൊക്കെ? സുവിശേഷകന്മാരും, ഒന്ന് മറുപടി പറഞ്ഞു, കുഴപ്പമില്ല. സുവിശേഷകന്മാരും ഇടയന്മാരും പിന്നെ ടീച്ചേഴ്സ്, അഥവാ ബൈബിൾ ടീച്ചേഴ്സ്, വേദപുസ്തകം പഠിപ്പിക്കുന്നവർ. ഞാൻ ലളിതമായ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിളിക്കപ്പെട്ടവരാണോ ഈ രംഗത്തുള്ളത്? 2, വിളിക്കപ്പെട്ടിട്ടും ഈ രംഗത്തേക്ക് വരാതിരിക്കുന്നവരുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ ആരംഭത്തിൽ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ ആരായിരിക്കാനാണ് ദൈവം വിളിച്ചത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിരിക്കാനാണോ? ദൈവം വിളിച്ചിരിക്കുന്ന വിളി എന്താ? നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും തൊഴിലിലാണോ കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ടാണ്? ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിൻ്റെ വിളി കൃത്യമായി തിരിച്ചറിയാത്ത അനേക ആളുകൾ തങ്ങളുടെ വിളിക്ക് വിരുദ്ധമായി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ലളിതമായി ഒന്ന് ചോദിച്ചോട്ടെ, വളരെ വിനയത്തോടെ ചോദിക്കട്ടെ. ദൈവമേ, എന്നെ അവിടുന്ന് ആരായിരിക്കാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ഒരു വട്ടമെങ്കിലും പ്രാർത്ഥിച്ച വിശ്വാസികൾ ഇവിടെയുണ്ടോ? പത്ത് 40 കൊല്ലം ജോലിയൊക്കെ ചെയ്തു, പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് അറിഞ്ഞിട്ടാണോ ആ ജോലി ചെയ്തത്? ആദ്യം സഹോദരി ഞാൻ പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇവിടെ കുറേ വർഷം ജീവിച്ച് അപ്പം മുറിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തേച്ച് അങ്ങ് പോവുക എന്നുള്ളതല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തൻ്റെ ഇഷ്ടം അറിയണം, തൻ്റെ വിളി നമ്മൾ അറിയണം. ആ വിളിക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം പ്രസാദിക്കുന്നത്.
എന്നോട് പല ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, പല സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവദാസന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സുവിശേഷന്മാരെ മാത്രമല്ല കേട്ടോ, വിശ്വാസികളായിട്ട്. എൻ്റെ പൊന്നു തമ്പാച്ച, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറേ കൂടെ പ്രയോജനമായി പോയേനെ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരോട്, യുവതികളോട് ഞാൻ പറയട്ടെ, വൈകിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചറിയണം, നിങ്ങളുടെ വിളി എന്താണെന്നറിയണം. ആ വിളിക്ക് യോഗ്യമായി ജീവിക്കുമ്പോഴാണ്, വർത്തിക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങളുടെ മേൽ പ്രസാദിക്കാൻ കഴിയുന്നത്. സഹോദരി സഹോദരന്മാരെ, ഞാൻ പച്ച തെളിച്ച് പറയുമ്പോൾ ആരും കോപിക്കരുത്, എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. നമുക്ക് പണമൊക്കെ ഉണ്ട്, നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ ദൈവം പ്രസാദിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് കരുതരുത് കേട്ടോ. ഇത് കൃത്യമായി വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എടുത്ത എവിടാ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന്. എൻ്റെ പൊന്നു കുഞ്ഞെ, എൻ്റെ പൊന്നു മകനെ, മകളെ, ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ചത് ഇതായിരുന്നില്ല എന്ന് കർത്താവ് അന്നാളിൽ നമ്മോട് പറയുന്ന ഒരു ദുസ്ഥിതി ഉണ്ടായാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജന്മവും ജീവിതവും പാഴായി എന്ന് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. വളരെ ഗൗരവമായി ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളോട്. ആദ്യം എനിക്ക് പറയാനുള്ള സന്ദേശം അതാണ്. ദൈവം എൻ്റെ ജീവിതത്തിന്മേൽ പ്രസാദിക്കണം എങ്കിൽ വിളിക്ക് യോഗ്യമാവണ്ണം ഞാൻ നടക്കണം. ഇനിയും അതിന് മറ്റൊരു വാക്ക് പറഞ്ഞാൽ, ഞാനിവിടെ ഈ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും സുവിശേഷകന്മാരുടെയും ഇടയന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും കാര്യം പറഞ്ഞു. അതിന് മറ്റൊരു നല്ല വേദശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: നമ്മുടെ കൃപാവരങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്തോത്രമൊക്കെ പറയും കേട്ടോ. വളരെ ഗൗരവമായി ഞാനൊരു കാര്യം പറയാം. വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യമായി പറയുന്നത്. നമ്മൾ സഭയോട് ബന്ധപ്പെട്ടും സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? പലരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ആ കാര്യം ചെയ്യുമ്പോൾ പരിശോധിക്കേണ്ട കാര്യം, ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടാണോ ഞാനിത് ചെയ്യുന്നത്? എൻ്റെ സഹോദര സഹോദരി, തന്മയത്വമായി വളരെ സഭയിലുള്ള എല്ലാവർക്കും പൂർണ്ണ തൃപ്തി വരത്തക്ക വിധത്തിൽ നീ ഏറ്റവും ഭംഗിയായി പല ശുശ്രൂഷകൾ ചെയ്താലും അത് നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചതല്ല എങ്കിൽ നീ ചെയ്ത ആ പ്രവൃത്തിക്ക് ഒരു കാരണവശാലും പ്രതിഫലം ഉണ്ടാവില്ല. ഇത് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. നമ്മളെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട്, എത്ര തന്മയത്വമായി, എത്ര വിജയകരമായി പൂർത്തിയാക്കിയാലും അതിന് പ്രതിഫലം ഉണ്ടാവില്ല.
അതിന്മേൽ ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനേക ആത്മീക പ്രവർത്തികൾ വളരെ മനോഹരമായി, വളരെ ഭംഗിയായി, ഉത്സാഹത്തോടെ അവർ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ നിവർത്തിക്കുകയാണ് ആവശ്യം. ഞാനിങ്ങനെ ഒന്ന് പറയാം, ഞാൻ എന്നോട് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്നെ സുവിശേഷകനായിട്ട് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു സുവിശേഷകൻ്റെ ദൗത്യം നിർവഹിക്കാവുള്ളൂ. ഇനി മറ്റൊന്നതിൻ്റെ മറുവശം, എന്നെ സുവിശേഷകനായി ദൈവം വിളിക്കാതിരിക്കുകയും ഒരു സുവിശേഷകൻ്റെ ദൗത്യം വളരെ വിജയകരമായി മാനുഷികമായി നോക്കിയാൽ പൂർത്തീകരിക്കുകയും ചെയ്താലും ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന് പ്രസാദിക്കാനോ പ്രതിഫലം തരുവാനോ ദൈവത്തിന് സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം സണ്ണി സഹോദരൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ ബ്രദർ ഇവിടെ വന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് പ്രസംഗിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന്. അപ്പം അതൊക്കെ അന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ ആ വഴിക്ക് തിരിയുന്നേയില്ല. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയണം, എൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിയണം. ഞാനിനിയും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക എന്ന് പറഞ്ഞാൽ അതത്ര പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ വിടാനേ ഇപ്പോൾ സമയം എന്നെ അനുവദിക്കുന്നുള്ളൂ. ഇനി ഈ അധ്യായം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ ഈ കൃപാവരങ്ങളോട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയോ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായത് എന്തെന്ന് പരിശോധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അയ്യോ, ഇത് ഞാൻ പറയണ്ടേ? എനിക്ക് പലരുടെയും പേരറിയാൻ ഞാൻ വിളിക്കുന്നില്ല. അല്ല, ഇത് ഞാൻ പറയണ്ടേ? ജാതികളുടെ നടപ്പും വിശ്വാസിയുടെ നടപ്പും രണ്ടും രണ്ടാ. കേട്ടോ, ദൈവം പ്രസാദിക്കുന്നത് ആരിലാണ്? തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്. പഴയ നിയമത്തിലെ ദൈവം, ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്ന ഒരു പ്രയോഗം, പഴയ നിയമത്തിലെ ദൈവം, പുതിയ നിയമത്തിലെ ദൈവം. അങ്ങനെ 2 ദൈവമുണ്ട്. ദൈവത്തിന് കാലമാറ്റം കൊണ്ട് ദൈവത്തിനൊരു മാറ്റവും വരികയില്ല. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. പഴയ നിയമത്തിലെ ദൈവം പറഞ്ഞത് ജാതികളുടെ വഴി പഠിക്കരുതെന്ന്. പുതിയ നിയമത്തിലെ ദൈവം അത് തന്നെ പറയുന്നത്. അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ. എന്താ? ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. എന്നിട്ട് ആ നടപ്പിൻ്റെ വിവരണമാണ് തുടർന്ന് പൗലോസ്ലീഹ പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ഞെരുങ്ങ കേട്ടോ ഈ വിഷയം ഇങ്ങനെ പറയുമ്പോൾ. ഞാനിതിൻ്റെ വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. ഞാനതിൻ്റെ വിശദീകരണം വല്ലതും പറഞ്ഞാൽ നാളെ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ദൈവദാസന്മാർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത കാലഘട്ടമായത്. മാത്രമല്ല, ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത് പ്രചരിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ദൈവം നമ്മളെ വേർതിരിച്ചത് വേർപാടുകാരിൽ പ്രസാദിക്കാനാണ്. വേർപാട് ജീവിതത്തിന്മേലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഈ 4-ാം അധ്യായം മുതൽ അവസാനം വരെ ചിന്തിക്കേണ്ടതാകട്ടോ. ഞാൻ ആമുഖമായി പറയാനുള്ള കാര്യമായി പറയുന്നത്. വിഷയത്തിനകത്തോട്ട് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ചിന്തിക്കണം. ഇത് ദൈവമക്കളൊക്കെ ഇത് ചിന്തിക്കുകയും ദൈവസഭയെ പഠിപ്പിക്കുകയും ചെയ്യണം. കൃത്യമായ വേർപാട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ ആവശ്യമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും 4:22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നടപ്പായി ഇവിടുത്തെ എല്ലാം വിഷയം കേട്ടോ. എന്താ? ദൈവത്തിന് പ്രസാദകരമായ നടപ്പ്. ദൈവത്തിന് പ്രസാദകരമായത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഉള്ള നടപ്പ്. അത് വെളിച്ചത്തിലുള്ളവരായി നടക്കണമെന്നാണ് 5:9 പറയുന്നത്. ഇവിടെ 4-ാം അധ്യായം മുതൽ പറയുന്നത് ഇവിടെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആ പുള്ളിയെ ഇനി ആരും കാണരുത്. കാണേണ്ടതാരെയാ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. ദൈവം ആരിലാണ് പ്രസാദിക്കുന്നത്? ദൈവത്തിന് പ്രസാദകരമായ നടപ്പ് എന്താണ്? ഏതാണ്? അയ്യോ, എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയങ്ങളായത്. റോമാലേഖനം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ? പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. പഴയ മനുഷ്യൻ എന്ത് ഇപ്പോഴും കൂടെ ഉണ്ടോ? പുള്ളി ഉണ്ടോ? എന്തോ ചെയ്യുന്ന ഇവിടെ പറഞ്ഞേക്കുന്നത്? ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നടപ്പ്. ഇനി 5-ാം അധ്യായത്തിലേക്ക് കയറി ഞാൻ വിഷയങ്ങളങ്ങ് പറഞ്ഞു പോകണമേ. ഇവിടെ ഇരിക്കുന്ന വേദാധ്യാപകരായ ദൈവദാസന്മാർ ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലെങ്കിലും കുറിച്ചിട്ടിട്ട് സഭകളിൽ പഠിപ്പിക്കണം. അപ്പോൾ അത് ഒരു പ്രയോജനമായിരിക്കും ഞാൻ വിചാരിക്കും. 5:1 മുതൽ 7 വരെ അവിടെ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി പിന്നെ സ്നേഹത്തിൽ നടക്കണം. ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി യേശു ക്രിസ്തു സമർപ്പിച്ചതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. ഈ 5-ാം അധ്യായത്തിൽ ഈ വാക്യം ആരാധനയ്ക്ക് മാറ്റി വച്ചേക്കുക. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രായോഗിക വശം പലരും കണ്ടിട്ടില്ല. എന്താ? അവിടെ ഒരു നടപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്നേഹത്തിൽ നടക്കുക. നോക്കണം, ഈ ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ദൈവത്തെ അനുസരിച്ച് നടക്കുക. ഇനിയും 15 മുതലുള്ള വാക്യങ്ങളിൽ 8 മുതലുള്ള വാക്യങ്ങൾ 8 മുതൽ 14 വരെ എനിക്ക് ആ വാക്യങ്ങളൊക്കെ വായിച്ച് തന്നെ പറയാൻ താല്പര്യമുണ്ട്. ഞാനിവിടെ 3 ദിവസത്തേക്കുള്ളല്ലോ. ഇവിടെ കാണുമുള്ള സഭയിലായിരുന്നെങ്കിൽ, കുന്നുകുഴി സഭയിലായിരുന്നെങ്കിൽ റെഗുലർ ക്ലാസ് എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ എന്ത് പറയും? ബുദ്ധിമുട്ട് കാണുന്നേ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എപ്പോഴാണ്? ഏത് നടപ്പിലാണ് ദൈവം പ്രസാദിക്കുന്നത്?
എൻ്റെ പ്രിയമുള്ളവരെ, പുസ്തകം സൂക്ഷിച്ചു നോക്കണം. അവിടെ വെളിച്ചത്തുള്ളവരായി നടക്കണമെന്നുണ്ട്. 8-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒന്ന് സഹായിച്ച്. 8-ാം വാക്യം എന്താ? മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, പിന്നെ ഇപ്പോൾ കർത്താവിൽ വെളിച്ചം. വേദപുസ്തകം അറിയാവുന്നവരൊക്കെ ആണെങ്കിലും പുസ്തകം തുറന്നൊന്ന് നോക്കിയിട്ട് പറയുന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ കേട്ടോ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ ആരാന്നാ? വെളിച്ചത്തിൽ നടക്കണമെന്നാണോ വെളിച്ചമായി നടക്കണമെന്നാണോ? ഇപ്പം നിങ്ങൾ ആരാ? വെളിച്ചം. വേദപുസ്തകത്തിൽ വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഇപ്പം അങ്ങോട്ടങ്ങ് പോയി. എവിടെ? സ്വർഗത്തിലോട്ട് പോയി. ഇപ്പം ഭൂമിയിലുള്ള വെളിച്ചം ആരാ? നമ്മുടെ വെളിച്ചത്തിൽ ഈ ലോകം വെളിച്ചം കാണണമെന്ന്. ആ നടപ്പാണ് ദൈവത്തിന് പ്രസാദകരമായ നടപ്പ്. ഇനിയും ഈ വെളിച്ചമെന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താ? സമയമില്ല. ഈ വെളിച്ചമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തുവാ? അയ്യോ, എല്ലാവർക്കും അറിയാം വെളിച്ചമെന്ന്. പക്ഷേ ഈ വെളിച്ചം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ വെളിച്ചമെന്ന് പറഞ്ഞാൽ എന്താ? സൽപ്രവൃത്തി. നമുക്ക് സൽപ്രവർത്തികളുമായിട്ട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്? നമുക്കുള്ള ബന്ധം എനിക്ക് നന്നായിട്ടറിയാം. എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ക്ലാസ് എടുത്തപ്പോൾ ഒരു യുവ സഹോദരൻ സംശയമായിട്ട് തന്നെ ചോദിച്ചു. നമ്മുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ആ കാര്യം വരുന്നുണ്ട്. സംശയമായിട്ട്, എൻ്റെ പൊന്ന് അങ്കിളെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃപയാലാണ് നമ്മൾ രക്ഷിക്കുക, പ്രവൃത്തിയാൽ അല്ല. അപ്പോൾ പ്രവൃത്തിയുടെ പ്രാധാന്യം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയട്ടെ, വിശ്വാസത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രവൃത്തിയുടെ പ്രാധാന്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വാക്യങ്ങളെല്ലാം എടുത്ത് ക്ലാസ് എടുക്കാൻ നിവർത്തിയില്ല, സമയമില്ല കേട്ടോ. വെളിച്ചമായി നടക്കുക, വെളിച്ചത്തിലുള്ളവരായി മാത്രമല്ല, വെളിച്ചമായി നടക്കുക. അവിടെ ഒരു വാക്കുണ്ട് 15-ാം വാക്യം മുതൽ 21 വരെ. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളണമെന്ന് മാത്രമല്ല, സൂക്ഷ്മതയോടെ നടക്കാൻ പറഞ്ഞിട്ട്. ആകയാൽ മിക്ക സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാക്യം. ഞാൻ പലയിടത്തും ശുശ്രൂഷിക്കുന്ന സമയത്ത് പലരും ഇങ്ങോട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാക്ക് ഒഴിവാക്കിയാണ് പലരും പറയുന്നത്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് ഈ വാക്കങ്ങും വിട്ടുപോകും. അത് മനഃപൂർവ്വമല്ല, വിട്ടുപോകുന്നത്. എന്താ? ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല. ദൈവം നമ്മുടെ നടപ്പിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കണമെങ്കിൽ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഇനിയും ആ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അടുത്തത് 5:22 മുതൽ 32 വരെയാണ്. അതെന്താണെന്നറിയാം? 22 മുതൽ 5:22 മുതൽ 32 വരെ എന്താ? കല്യാണം കഴിച്ചവരെന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ഭാഗം. കല്യാണം കഴിച്ചവരെല്ലാം ഇത് കേട്ടിട്ടുണ്ടല്ലേ? ഭാര്യമാരെ, പിന്നെ ഭർത്താക്കന്മാരെ, അല്ലേ? ഇത് കേട്ടിട്ടുണ്ട്. ദൈവപ്രസാദം കുടുംബജീവിതത്തിൽ
അതാണ് 22 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത്. ഞാൻ ഒരു വാചകത്തിൽ ഒതുക്കി പോട്ടെ. ഇതൊക്കെ ഇപ്പോൾ ഒതുക്കി വിടേണ്ട കാര്യമല്ല താനും. ദൈവം പ്രസാദിക്കുന്ന ഒരു ഭാര്യ, ദൈവം പ്രസാദിക്കുന്ന ഒരു ഭർത്താവ് എവിടെ? കുടുംബത്തിൽ. ഇതൊക്കെ സഭയിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണ് ബുദ്ധിമുട്ട്. സഹോദര, നീ സ്ഥലം സഭയിൽ വന്ന് ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ഒരാഴ്ചയിലെ എല്ലാ ദിവസത്തെയും കുടുംബജീവിതത്തിൽ നിന്റെ ഭാര്യയോട് ഉള്ള നിന്റെ പെരുമാറ്റത്തിൽ ദൈവം പ്രസാദിക്കുന്ന ജീവിതം നയിച്ചിട്ട് വേണം സഭയിൽ നിന്റെ പ്രാവീണ്യം വെളിപ്പെടുത്താൻ വേണ്ടി. സഹോദരി, വചനപ്രകാരമുള്ള ജീവിതം. ഞാനിപ്പോൾ ആ ഒരൊറ്റ ഇതിലങ്ങ് നിർത്തുക. വചനപ്രകാരം ഉള്ള ഒരു ഭർത്താവ്, വചനപ്രകാരമുള്ള ഒരു ഭാര്യ. 6-1 മുതൽ 4 വരെ മക്കളെ മാതാപിതാക്കളോട്, പിന്നെ മാതാപിതാക്കൾ മക്കളോട്, കുഞ്ഞുങ്ങളെ ഞാൻ വിനയത്തോടെ പറയുക കേട്ടോ, ദൈവമക്കളുടെ ഭവനത്തിലെ മക്കൾ വളരെ കരുതലോടെ ജീവിക്കണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അമ്മയപ്പന്മാരെ, അനുസരണത്തിൻ്റെ മേൽ പ്രസാദിക്കുന്ന ദൈവം. ദൈവത്തെ അനുസരിക്കണം, അത് ദൈവവചനത്തിലെ പ്രമാണമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം. ഞാനൊരു വാക്കിങ്ങനെ പറഞ്ഞങ്ങ് പോകാം. കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കൾക്ക്, ഞാൻ പറയട്ടെ, ക്രിസ്തീയ ഭവനത്തിലെ മാതാപിതാക്കളുണ്ടല്ലോ, തങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ചങ്കുവെട്ടി പ്രാർത്ഥിച്ചാണ് അവരെ വളർത്തുന്നത്. കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാണ് അവരെ വളർത്തുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ നിങ്ങളുടെ ഉച്ചയ്ക്ക് വീഴാനിടയാകരുത്. മൂന്ന് മക്കളുടെ അപ്പനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവം പ്രസാദിക്കുന്ന കുടുംബാന്തരീക്ഷം. ഇനി മാതാപിതാക്കൾ, മക്കളോ, പല മക്കളും മാതാപിതാക്കൾക്ക് എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കൊക്കെ അറിയാം, അവരവിടെയൊക്കെ അടുത്തിടപെടുന്നവർക്കറിയാം. സ്നേഹം കിട്ടാത്ത കുഞ്ഞുങ്ങൾ ആരുടെ? സ്നേഹിക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ. സമയമെടുത്ത് സ്നേഹിക്കണം. ദൈവം പ്രസാദിക്കുന്ന കുടുംബം. ഒടുവിൽ 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യജമാനന്മാരും ദാസന്മാരും, ജോലി ചെയ്യുന്ന, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പല സ്ഥാപനങ്ങളുടെ ബോസസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ദൈവപ്രസാദം ലഭിക്കുന്ന നിലയിൽ പരസ്പരം പെരുമാറും. ഇതാണ് ഈ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവപ്രസാദം എന്തെന്ന്
തിരിച്ചറിഞ്ഞ് വെളിച്ചത്തിലുള്ളവരായി നടക്കുക എന്ന് പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നതിൻ്റെ പ്രധാന അർത്ഥം അതാണ്. ഇതനുസരിച്ച് വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മളായിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രസാദിക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ തുടങ്ങി വെച്ച പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വചനം, കർത്താവിന് പ്രസാദമുള്ളത് ഇന്നതെന്ന് തിരിച്ചറിയുക. ഇത് വേദപുസ്തകത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്കാണ് തിരിച്ചറിയുക, അല്ലേ? പലയിടത്ത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിരിച്ചറിയുക. ഈ ദൈവത്തിൻ്റെ പ്രസാദവുമായി ബന്ധപ്പെട്ട്, ദൈവപ്രസാദം എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവം നേരിട്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു വ്യക്തിയെ ചൂണ്ടി പറഞ്ഞത് നമുക്കറിയാം. ആരാ? കർത്താവായ യേശു ക്രിസ്തു. 2 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയതല്ലേ. അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവാം, വ്യക്തമായ സൂചനയില്ല. എന്നാൽ ഈ 2 സ്ഥലത്ത് വ്യക്തമായ സൂചനയുണ്ട്. എന്താ? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. എന്നാൽ അതിൻ്റെ മുമ്പൊരു വാക്കുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശുക്രിസ്തുവിൻ്റെ മേൽ പിതാവായ ദൈവം പ്രസാദിച്ചത്, ശ്രദ്ധിക്കണേ, ഒരു പുത്രൻ എന്ന നിലയിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം. ദൈവപുത്രൻ എന്ന നിലയിൽ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ പ്രസാദിച്ചു. കേൾക്കുക, നമ്മൾ പലപ്പോഴും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തു ദൈവത്തിൻ്റെ അടുത്തു നിന്ന് വന്ന് ദൈവത്തിൻ്റെ പുത്രൻ, അതുകൊണ്ട് പ്രസാദിച്ചാണ്. ദൈവപ്രസാദമെന്നുള്ള ഈ പ്രയോഗം, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്ന 2 രംഗം നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ അതൊക്കെ ക്ലാസ് എടുക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ആദ്യത്തേത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ്. കഴിഞ്ഞ 30 വർഷം കർത്താവ് ഒരു രഹസ്യമായ ജീവിതം നയിക്കുകയാണ്. മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കുകയായിരുന്നു. ആദ്യമായിട്ട് പരസ്യ രംഗത്തേക്ക് വരിക, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുക. ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് ശരിയുമാണ്. എന്താ? കഴിഞ്ഞ 30 വർഷത്തെ രഹസ്യ ജീവിതത്തെ നോക്കിയിട്ട് പിതാവ് പറഞ്ഞു, ഇവൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ മേൽ ഞാൻ പ്രസാദിച്ചു. രണ്ടാമത് ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലാണ്, മറുരൂപമലയിൽ വെച്ച്. അവിടെ പറയുന്നത് ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2 കൂടെ ചേർത്ത് പറയാം. ഞാൻ ഒരു വിലപ്പെട്ട ദൈവദാസൻ ഈ ആലോചന പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാനിത് ആദ്യം കേൾക്കുന്നത്. പരസ്യ ജീവിതത്തെ 3.5 വർഷം എന്നൊക്കെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റുകയില്ല, എന്തായാലും 3-ലേറെ കൊല്ലത്തെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തെ നോക്കിയിട്ട് പിതാവായ ദൈവം പറഞ്ഞു, എന്താ? ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. ഇത് നമ്മൾക്കൊരു ആത്മപരിശോധനയ്ക്ക് സ്വയം പരിശോധിക്കാനുള്ള ഒരു വിഷയമായിരിക്കട്ടെ. നമ്മുടെ സ്വകാര്യ ജീവിതം, മറ്റാരും അറിയാത്ത നമ്മുടെ സ്വകാര്യ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതാണ്. നമ്മുടെ പരസ്യ ജീവിതം, നമ്മൾ പരസ്യമായ ജീവിതം നയിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ദൈവം പ്രസാദിക്കുന്നതാണ്. ഇത് ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരു വചനം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദൈവം പ്രസാദിക്കുന്നു, ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നതായി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യെശയ്യാ പ്രവചനം, ദ ബുക്ക് ഓഫ് യെശയ്യ, ചാപ്റ്റർ 42 and verse 1. കണ്ടോ? എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ഞാൻ ഈ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോവാം. നമ്മുടെ സ്നാനസമയത്തും മറുരൂപമലയിലും കണ്ടത് പുത്രൻ എന്ന നിലയിൽ ദൈവം പ്രസാദിച്ചതാണ്. ദൈവ പുത്രൻ എന്ന നിലയിൽ ദൈവം യേശുക്രിസ്തുവിൻ്റെ മേൽ പ്രസാദിച്ചതാണ്. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതോ ഒരു ദാസൻ എന്ന നിലയിൽ ദൈവം പ്രസാദിച്ചു. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, പിന്നെ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മാത്രമല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസനാണ്. യെശയ്യാ പ്രവചനം നമ്മൾ പഠിച്ചാൽ യേശുക്രിസ്തുവിനെ ശിശു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ദാസനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ശിഷ്യനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ദാസൻ മാതൃകയാക്കേണ്ടത് ആരെയാണ്? ആരുടെ ദാസൻ? ദൈവത്തിൻ്റെ ദാസൻ മാതൃകയാക്കേണ്ടത് ആരെയാണ്? ദൈവത്തിന് സ്തോത്രം. സമയം ആകുന്നു എന്ന് എൻ്റെ വാച്ച് പറയുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ഇവിടെ ഈ ദാസൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ആരാ? PS തമ്പാൻ ദൈവത്തിൻ്റെ ദാസനാണ്. പിന്നെ സണ്ണി തോമസ് സഹോദരൻ ദൈവത്തിൻ്റെ ദാസനാണ്. വർഗീസ് ജോൺ ദൈവത്തിൻ്റെ, പിന്നെ ഞങ്ങളുടെ മണ്ണന്തലയിലെ മാത്യൂസ് എബ്രാം മാത്യൂസ്, അദ്ദേഹം ദൈവത്തിൻ്റെ ആണോ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ദാസൻ. റോമർ 6:22 നോക്കി, അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം അവിടെ ഉണ്ട്. എന്താ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരെല്ലാം ആരാ? ദൈവത്തിൻ്റെ. എൻ്റെ തനി മലയാളം എന്താ? ലളിതമായ മലയാളം എന്താ? രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ. ഞാനൊരു ദാസിയെ സഹോദരിമാർക്ക് പരിചയപ്പെടുത്താം കേട്ടോ. എനിക്കതൊക്കെ എടുത്ത് വിശദീകരിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആ ദാസിയുടെ പേര് മറിയെന്നാണ്. അവർ വെറും കർത്താവിൻ്റെ അമ്മ മറിയ. അവരൊരു വെറും പെങ്കൊച്ചായിരിക്കുന്ന സമയത്ത്, ഒരു കന്യകയായിരിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ടില്ല.
കന്യക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുരുഷൻ തൊടാത്ത സ്ത്രീ എന്ന് തന്നെ എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ. അവിടെ അടുക്ക ചെന്നേച്ച് പറയുക, എന്താ നീ ഗർഭം ധരിച്ചൊരു, ഒന്ന് ചിന്തിച്ച് നോക്കി, വിവാഹിതയാകുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭവതിയാകുക എന്ന് പറഞ്ഞാൽ അതിൽ പല മാനക്കേടെന്തുണ്ട്. എന്നാൽ അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഈ മാനക്കേട് സഹിക്കാൻ ഞാൻ കോളറ് പിടിച്ചിട്ട് വിലയേറിയ ദാസനെന്നും ശ്രേഷ്ഠദാസനെന്നും പറയുമ്പോൾ സന്തോഷിക്കുന്നവനല്ല ദാസൻ, അല്ല ദാസി. പിന്നെ ലോകം പഴിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ അതിനെ പൂമാലയായി കാണുന്നവനാണ്, പൊന്നാടയായി കാണുന്നവനാണ് യഥാർത്ഥ ദൈവദാസൻ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചേ, എന്തെല്ലാം അപകീർത്തികരമായ കാര്യങ്ങൾ, എന്തെല്ലാം പരിഹാസം, എന്തെല്ലാം നിന്ദ, എന്തെല്ലാം പ്രതികൂലങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ലോകത്തിൽ വേറെ ഏത് ജോലി ചെയ്യുന്ന ആളിനും നേരിടാത്ത പ്രതിസന്ധികളാണ് ഒരു സുവിശേഷകനോ ഒരു സ്ഥലം സഭയുടെ നേതൃത്വത്തിലുള്ളവരോ ചുമക്കേണ്ടി വരിക. എന്നാൽ അതിനെ അഭിമാനമായി കാണുവാൻ സാധിക്കണം. അവനാണ് ദൈവത്തിൻ്റെ ദാസൻ, അവൻ്റെ മേലാണ് ദൈവം പ്രസാദിക്കുന്നത്. നോക്കുക, ഇവിടെ ദൈവം പ്രസാദിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ. ഞാൻ സമയം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇവിടെ ഈ ദാസൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്, ദൈവം പ്രസാദിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നിയന്ത്രിക്കപ്പെടുന്നവനല്ല. ചില ദാസന്മാരൊക്കെ ഒരുപാട് പരാതി പറയാറുണ്ട് കേട്ടോ, ഒരുപാട് പരാതി പറയാം. തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനാൽ നിയന്ത്രിക്കുന്നവൻ ഒരു പരാതിയില്ല. അവരെന്നെ മാനിച്ചില്ല, അവരെന്നെ വിളിച്ചില്ല, അവരെനിക്ക് അവസരം തന്നില്ല, അവരെന്നെ അപമാനിച്ചു, പരാതിയില്ലെന്ന്. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? അവൻ നിലവിളിക്കയില്ല, ഒച്ച ഉണ്ടാക്കില്ല, തെരുവീതിയിൽ തന്നെ ശബ്ദം കേൾപ്പിക്കയില്ല. പിന്നെ പോസിറ്റീവായിട്ട് പറയുകയാണ്, എന്താ ചതഞ്ഞ ഓട ഒടിച്ചു കളയല, പുകയുന്ന തിരിയെ, പുകയുന്ന ഏതെങ്കിലും തിരി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന് അവളുടെ അടുത്ത് ചെന്ന് ഊതി ഊതി അതൊരു ജ്യോതിയാക്കി മാറ്റി കർത്താവിന് അവരെ പ്രയോജനപ്പെടുത്തും. ഇതൊരു ദൈവദാസൻ്റെ ശുശ്രൂഷയാണ്. ദൈവം പ്രസാദിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ. ഞാനൊരു വാക്കുകൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞു നിർത്തട്ടെ. ഈ ദാസൻ നിലവിളിക്കാത്ത, വീതിയിൽ ഒച്ച കേൾപ്പിക്കാത്ത ഈ അനുഗ്രഹീതനായ ദാസൻ പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവനാണ്. സ്തോത്രം. എവിടെ? സമ്പൂർണമായി അനുസരിച്ചപ്പോൾ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ പാപം ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ നീ മരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ഈ ദാസനോട് പറഞ്ഞപ്പോൾ കണ്ട് അതിന് ഞാൻ തയ്യാറാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ദൈവത്തിന് 53-ാം അധ്യായത്തിലുണ്ട്, 52-ൻ്റെ അവസാനവും 53-ൻ്റെ ആരംഭത്തിലുമുണ്ട്. ഈ ദാസൻ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ഇഷ്ടമൊക്കെയും നിവർത്തിച്ചവനാണ്. തൻ്റെ കയ്യാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. ഏതായിരുന്നു ആ ഇഷ്ടം? കാൽവരിയിലെ കൊലമരത്തിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തിക്കൊണ്ട്
മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു ഈ ദാസനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. സഹോദര സഹോദരി, ഈ ദാസൻ നിന്റെ പാപം വഹിച്ച് നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ ദാസനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഉയർന്നു പൊങ്ങി ഏറ്റവും അത്യുന്നതത്തിൽ ഇന്ന് വിരാജിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിച്ച തൻ്റെ ദാസൻ ഇന്ന് രാത്രി യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇതുവരെയും വരാത്ത ആരാനും ഇവിടെ ഉണ്ടെങ്കിൽ, നിൻ്റെ പാപം വഹിച്ച് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച ദൈവത്തിൻ്റെ പ്രസാദം, ആ യാഗത്തിൻ്റെ മേലാണ് ദൈവം പ്രസാദിച്ചത്. ദൈവം പ്രസാദിച്ച ഈ ദൈവത്തിൻ്റെ ദാസനെ ഇന്ന് നിൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് രക്ഷിക്കപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിൽ നിൽക്കുന്നത് അത്യുത്തമമാണ്. എന്നാൽ അത് കൃപാസനത്തിലേക്ക് സ്പർശിക്കുമ്പോൾ അത് വിസ്മയകരമായ അനുഭവമായി മാറും. നാം ഇത്രയും സമയം നാം ആ വിസ്മയകരമായ ആത്മീക അനുഭവത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും സ്പർശിക്കപ്പെട്ടതും നാം വെളിച്ചമായിരിക്കുകയും വെളിച്ചത്തിൽ നടക്കുന്നവരും എല്ലാറ്റിലുപരി ദൈവപ്രസാദത്തിൽ ജീവിക്കുന്നവരുമായിരിക്കാൻ ഇന്ന് കേട്ട ദൈവവചനം നമ്മളെ സഹായിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ആഹ്വാനവും കർത്താവിൻ്റെ ദാസൻ നൽകിയുണ്ടായി. നാളെയും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതേ സമയത്ത് 6:30 മുതൽ ഇവിടെ യോഗങ്ങളുണ്ടായിരിക്കും. ഇന്ന് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നാളെ മറ്റുള്ള പ്രിയപ്പെട്ടവരെയും കൂട്ടി കടന്നു വരുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുക. ഇപ്പോൾ ബ്രദർ വർഗീസ് മാത്യു അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നത്. നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാവുന്നതുമാണ്. നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് വീണ്ടും നോക്കാം. അൻപു നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഇപ്രകാരം ഞങ്ങളുടെ സ്വർഗീയ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഘോഷിപ്പാൻ, അവൻ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന രക്ഷയുടെ സന്തോഷത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തേക്ക് മഹത്വമെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവാൻ ഞങ്ങളെ പ്രബോധിപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ ഹിതത്തിനൊത്തവണ്ണം പ്രസാദത്തിനൊത്തവണ്ണം ഞങ്ങൾ കഴിയുന്നുവോ, ഞങ്ങൾ പ്രവർത്തിക്കുന്നുവോ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നുവോ എന്ന് ആഴമായി ചിന്തിപ്പാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംഭാഷിപ്പാൻ തിരുമേനിക്ക് പ്രസാദമായതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ സകല പ്രവൃത്തികളും ശോധന ചെയ്യുന്ന തിരുസന്നിധിയിലത് എന്തു വിലയുണ്ട് എന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ പ്രവർത്തിച്ചു, ജനതാ മഹത്വത്തിനായി പല കാര്യങ്ങൾ ചെയ്തുവെന്നൊക്കെ അഭിമാനം കൊണ്ടുപോകാറുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് മാന്യതയുള്ളതോ വിലയുള്ളതോ വിലപ്പെട്ടതോ എന്നെണ്ണുവാൻ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വെളിച്ചത്തിൻ്റെ ദൈവം വെളിച്ചത്തിലേക്ക് വിളിച്ച് ആനയിച്ച് നടത്തിക്കൊണ്ട് പോകുന്നവനാണ്. വെളിച്ചത്തിനുള്ളവരായി ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നുവോ എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തിപ്പാൻ ഇന്നും കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിനക്ക് പ്രസാദമായത് എന്തെന്നറിയുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളോട് തന്നെ അത് ചോദിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ നന്മകൾക്കായും സ്തോത്രം. അത്ഭുതമായി നീ ഞങ്ങളെ ഈ ഭൂമിയിൽ പരിപാലിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവിനെ മഹത്വപ്പെടുത്തി
അവിടുത്തേക്ക് പ്രസാദമുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നടകൊള്ളുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവർക്കായും സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും നിൻ്റെ സാന്നിധ്യം അടിയങ്ങളോട് ഉണ്ടായിരിക്കണമേ. അവിടുത്തെ പ്രിയദാസനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവനെ നീ സഹായിക്കണം. ആയുസ്സും ആരോഗ്യം നൽകി ഇത്രത്തോളം കാത്തുകൊണ്ടതുകൊണ്ട് സ്തോത്രം. നിരവധനം ഘോഷിക്കുന്നവരുടെ കാലുകൾ മനോഹരമാണ്, ശ്രേഷ്ഠമാണല്ലോ ഞങ്ങളുടെ കർത്താവേ. നിരദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോട് തന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ നടപ്പ് ശുദ്ധിയോടെ ആയിരിക്കാൻ കർത്താവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് വീണ്ടും ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കേട്ടതുകൊണ്ട് സ്തോത്രം. അടിയങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തിരുസാന്നിധ്യം കൂടെയിരിക്കണം. ക്ഷേമത്തോടെ അടിയങ്ങളുടെ ഭവനങ്ങളിൽ ചെന്നേരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും എല്ലാറ്റിനായും സ്തോത്രം. നിരനാമം മാത്രം മഹത്വപ്പെടുത്തുവാൻ കാരണമാക്കണമെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി കാരണമാക്കണമെന്നും ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളെ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മോടും ലോകമെമ്പാടുമുള്ള എല്ലാ ഭക്തന്മാരോടും വിശേഷാൽ എന്ന വചനം ഞങ്ങളോട് ഘോഷിച്ച നിരദാസനോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ.